ഗ്രൂവൽ സെന്ററുകൾ അനുവദിക്കണമെന്നും വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ നൽകണമെന്നുമുള്ള LDFിന്റെ ആവശ്യം അംഗീകരിച്ച റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് CPM അഭിനന്ദനങ്ങൾ അറിയിച്ചു. കടപ്ര കണ്ണശ സ്മാരക സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രിയെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് R സനൽകുമാർ കണ്ടപ്പോഴാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമനും CPM ഉന്നയിച്ച ആവശ്യത്തിന് ശക്തമായി പിന്തുണ നൽകുകയും ചെയ്തു. വെള്ളം കയറിയ വീടുകളിൽ കഴിയുന്ന ക്യാമ്പിൽ വരാൻ കഴിയാത്തവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എത്തിച്ചു നൽകാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. ഇതിന് പ്രത്യേക ഉത്തരവ് ആവശ്യമില്ലെന്ന് മന്ത്രി അറിയിച്ചു. ബഹുമാനപ്പെട്ട തിരുവല്ല MLAയുടെയും സാന്നിധ്യത്തിൽ കളക്ടറുടെയും സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കടപ്ര കണ്ണശ സ്മാരക സ്കൂളിലെ ക്യാമ്പിൽ വെച്ച് LDFിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് കാണാനും സംസാരിക്കാനും എനിക്ക് അവസരം തന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ അദ്ദേഹം കേട്ടു. കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ജില്ലാ പ്രസിഡന്റും LDF നേതാവായ സജി അലക്സും മറ്റ് UDFിന്റെയും LDFിന്റെയും ജനപ്രതിനിധികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ഞാൻ ഉന്നയിച്ച ആവശ്യം ന്യായമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അഭിനന്ദനാർഹമായ നിലപാടാണ് ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തത്. അദ്ദേഹം അപ്പോൾ തന്നെ ഇത് തുടങ്ങുന്നതിന് എന്ത് തടസ്സമാണുള്ളത്, ഏത് തരത്തിലുള്ള ഇത്തരം അടിയന്തര ആവശ്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ഗവൺമെന്റിലെ അറിയിച്ചാൽ മതി എന്ന് കളക്ടറോട് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ ഇത്തരം ക്യാമ്പുകളിലെയും മാത്രമല്ല വീടുകളിൽ കഴിയുന്നവരുടെ ലിസ്റ്റും അവരുടെ ആവശ്യങ്ങളും അടിയന്തരമായി ജനപ്രതിനിധികൾ വഴി ജില്ലാ ഓഫീസർക്ക് അയച്ചുകൊള്ളൂ, എല്ലാ സഹായങ്ങളും അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഇവരെ എല്ലാം സഹായിക്കാൻ എല്ലാ പൊതുപ്രവർത്തകരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്തിറങ്ങണം. LDFിന്റെയും CPMന്റെയും മുഴുവൻ വോളണ്ടിയർമാരും വീടുകളിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് അടിയന്തരമായി റവന്യൂ അധികാരികൾക്ക് നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.